ഒരു ബുക്കിൽ ഞാൻ വായിച്ചിട്ടുള്ളതാണ്, ഒരു ബന്ധത്തിൽ രണ്ടുപേരും ഒരു ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിയുമ്പോൾ ഒരു പുരുഷനെ ആ 6 മാസം തുടക്കം തൊട്ടുള്ള ആ 6 മാസത്തിനുള്ളിൽ അവന്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മുഖം കാണാത്രേ. ആ 6 മാസം സമയം എന്ന് പറഞ്ഞാൽ ഇവൻ ഇവളെ പഠിക്കാൻ എടുക്കുന്ന സമയമാണ്. അവളെ കൂടുതൽ മനസ്സിലാക്കുന്നു, കൂടുതൽ സമയം അവൾക്ക് സ്പെൻഡ് ചെയ്യുന്നു, എപ്പോഴും ഫോൺ വിളിക്കുന്നു, അങ്ങനെ കൂടുതൽ സമയം അവൈലബിൾ ആകുന്നു. അപ്പോൾ ഈ അവൈലബിലിറ്റി കൊണ്ട് പെൺകുട്ടി വിചാരിക്കുന്ന ഇയാൾ ഈ ഹോൾ ലൈഫ് ഇതായിരിക്കും ഇയാളുടെ നേച്ചർ എന്നാണ്. വിവാഹം കഴിച്ചു കഴിയുമ്പോഴത്തേക്ക് പയ്യന്റെ മനസ്സിൽ എന്താണെന്നറിയോ, ഓക്കെ ഇവളെ കുറിച്ച് ഞാൻ പഠിച്ചു കഴിഞ്ഞു, ദിസ് ഈസ് ഷീ എന്ന് മനസ്സിലാക്കി ഇനി ഇവള് പരിഗണിച്ചില്ലെങ്കിലും ശരി എന്റെ കസ്റ്റഡിയിൽ നിന്നോളും എന്നുള്ള ഒരു സങ്കല്പമാണ്. മറിച്ച് പെൺകുട്ടിയുടെ ചിന്ത എന്താണെന്നറിയോ, ഇവൻ ഈ 6 മാസം എന്നോട് ഇങ്ങനെ പെരുമാറി, ഇനി ബാക്കിയുള്ള വർഷങ്ങളിലും ഇങ്ങനെ തന്നെ ആയിരിക്കും ഇയാളുടെ പെരുമാറ്റം എന്ന് പറഞ്ഞ് ഇവള് ഭയങ്കര ഇമോഷണലി ഭയങ്കര എക്സ്പെക്ടേഷനിൽ നിൽക്കും. പക്ഷെ ഈ എക്സ്പെക്ടേഷൻ ഒരു സ്ഥലത്ത് നിൽക്കും, അയാളുടെ പെരുമാറ്റം മറ്റൊരു സ്ഥലത്ത് നിൽക്കും. ഇത് രണ്ടും തമ്മിൽ മിസ്മാച്ച് ആയി പോകും. പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ല. കമ്മ്യൂണിക്കേഷൻ നടക്കാതെ വരുമ്പോഴേക്കും അവിടെ പ്രശ്നങ്ങൾ തുടങ്ങും. ഇങ്ങനെയാണ് ശരിക്കും ഫാമിലിയിൽ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്.